കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ്. കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഷിംജിതയെ കൊണ്ടുവന്നത് സ്വകാര്യ വാഹനത്തിൽ. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത റിമാൻഡിലായിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? രോഹിണി, ഇന്ന് രാവിലെയാണ് ഷിംജിതയെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത് സ്വകാര്യ വാഹനത്തിലായിരുന്നു. പോലീസ് വാഹനം ഉപേക്ഷിച്ച് ഒരു സ്വകാര്യ വാഹനത്തിൽ ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇന്ന് 3:30 കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഈ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തുന്നു. ഈ വൈദ്യപരിശോധന നടത്തുന്നതും അതീവ രഹസ്യമായി തന്നെയായിരുന്നു. ഈ പർദ്ദ അണിഞ്ഞ രീതിയിൽ കണ്ണ് മാത്രം പുറത്ത് കാണിക്കുന്ന രീതിയിലായിരുന്നു ഷിംജിതയുടെ വേഷം. അതിനുശേഷം ഇന്ന് വൈകുന്നേരം 5:30 ഈ കോഴിക്കോട് കുന്നമംഗലം കോടതിയിൽ ഷിംജിതയെ എത്തിക്കുന്നു. കുന്നമംഗലം കോടതിയിൽ നിന്ന് ഷിംജിതയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി ഷിംജിതയെ ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഈ ഷിംജിതയെ ആദ്യം ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നൊരു വിവരം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വലിയ രീതിയിലുള്ള ജനരോഷം ഉയരുകയും BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാതെ നേരെ ഈ കോടതിയിൽ ഹാജരാക്കി ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ ഇനിയുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസം അന്വേഷണ സംഘം പ്രധാനമായും കേന്ദ്രീകരിക്കുക ഈ ഷിംജിതയുടെ കൈവശമുണ്ടായിരുന്ന ഈ വീഡിയോ ചിത്രീകരിച്ച ഫോണ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ എഡിറ്റഡ് ആണോ, മറ്റെന്തെങ്കിലും ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം വിധേയമാക്കും. അതിന്റെ റിപ്പോർട്ട് കൂടി പുറത്ത് വരേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സംഭവം നടന്നതിന് ശേഷം, ഈ ദീപക് ആത്മഹത്യ ചെയ്തതിന് ശേഷവും ഈ വിഷയത്തിൽ ഷിംജിതയ്ക്ക് യാതൊരുവിധ കുലുക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഒരു ഘട്ടത്തിൽ പോലും ഷിംജിത പറയുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, അതിനുശേഷം പോലും ഈ ദീപകിന്റെ സ്വഭാവ വൈകൃതത്തിനുടമയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാനാണ് ഷിംജിത ശ്രമിച്ചതെന്നാണ് ദീപകിന്റെ കുടുംബം ഇന്ന് ഉന്നയിച്ച ആരോപണം. എന്തായാലും ഈ ഷിംജിതയുടെ അറസ്റ്റിൽ ദീപകിന്റെ കുടുംബം പറയുന്നത് ഈ ഷിംജിതയെ ഒരു ഘട്ടത്തിൽ പോലും പുറത്തുവിടരുത്, ജാമ്യം കൊടുക്കരുത്, ഇനി ഒരു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് എന്നാണ് ഈ വിഷയത്തിൽ ദീപകിന്റെ കുടുംബം പ്രതികരിച്ചത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകും, കേസിൽ ഏതറ്റം വരെയും മുന്നോട്ടു പോകും എന്നാണ് ദീപകിന്റെ കുടുംബം പറയുന്നത്. മറ്റൊന്ന്, ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. ഈ ഷിംജിതയ്ക്ക് ഈ ജാമ്യം ലഭിക്കാനുള്ള എല്ലാ നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട്. അതായത് എന്തിനാണ് പോലീസ് ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ഈ പൊതുമധ്യത്തിൽ ഷിംജിതയെ കാണിക്കാതെ മറ്റൊരു കുറ്റവാളിക്കും നൽകാത്തൊരു പരിഗണന ഈ പ്രതിക്ക് ഷിംജിതയ്ക്ക് നൽകിയത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.